So hi guys, welcome back to my channel Gadget Freaken. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേക വീഡിയോ, അതായത് എൻ്റെ സ്കൂട്ടർ ഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി സ്കൂട്ടറിൽ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സിൻ്റെ ഉള്ളിൽ രണ്ട് വൈറ്റ് ലൈറ്റ് ഘടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കഴിയുകയാണ്. അതായത് രാത്രി കത്തുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സംഭവം എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതിൻ്റെ കണക്ഷൻസ് നമ്മളിപ്പോൾ സ്കൂട്ടറിൻ്റെ ഏത് ഭാഗത്തേക്കാണെങ്കിലും LED ലൈറ്റ്സ് നമ്മൾ എക്സ്ട്രാ മേടിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ഷൻ എവിടേക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോണത്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്യണ ഒരു ഭാഗം, അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ LED ലൈറ്റ് ഫിറ്റ് ചെയ്യാം, അതാണ് ഞാൻ കാണിക്കാൻ പോണത്. സോ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഇവിടെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണിച്ചേക്കണ ഇതാണ് ഞാൻ മേടിച്ചേക്കണ LED ലൈറ്റ്. വൈറ്റ് LED ലൈറ്റാണ്, 12 വാട്ടിൻ്റെ 3 LED ലൈറ്റുള്ള. ഇതിൽ രണ്ട് വയേഴ്സ് വരുന്നത് ബ്ലാക്ക് കളർ അഥവാ റെഡ് കളറിൽ വരുന്നത് പോസിറ്റീവും വൈറ്റ് കളറിൽ വരുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് കണക്ട് ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് വയേഴ്സാണ് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് വേണ്ടത് സിസേഴ്സ്, അതേപോലെ തന്നെ ഇൻസുലേഷൻ ടേപ്പ്. നമ്മൾ അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഊരി വെച്ചേക്കണം. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡിലത്തെ ഇൻഡിക്കേറ്റർ. ഇത് ഞാൻ നിങ്ങൾക്ക് ഊരി കാണിച്ചു തരാം. ഇതിന് ഇൻഡിക്കേറ്റർ ഊരി എടുക്കാൻ മെയിനായിട്ട് 3 സ്ക്രൂ ആണുള്ളത്. അതിൽ മുകളിലത്തെ സ്ക്രൂ ആണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഊരുന്നത്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളത്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് സിമ്പിളായി ചെയ്യാം. നമ്മളിത് വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും. ഇതിപ്പോൾ എനിക്ക് ആ LED ലൈറ്റിന് വെറും 10 രൂപയെ വിലയായിട്ടുള്ളൂ. അപ്പോൾ 2 LED ലൈറ്റ് 20 രൂപയുടെ ചിലവ് മാത്രം ആകെ എനിക്ക് വന്നിട്ടുള്ളൂ. ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ സ്ക്രൂ. ഇനി ഇതേ അടിയിൽ മൂന്നാമത്തെ സ്ക്രൂ നിങ്ങൾക്ക് കാണാം. ഈ 3 സ്ക്രൂവും ഊരി കഴിഞ്ഞാൽ പതുക്കെ പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഊരി പോരും. ഇത്രയേ ഉള്ളൂ കേസ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡ് ക്ലിപ്പ് ഒന്ന് വരണം. അത് അതിൻ്റെ ഉള്ളിലത്തെ ബൾബുമിക്കുള്ള കണക്ഷനാണ്. അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഊരി പോരും. വളരെ സിമ്പിളാണ്. അത് ഊരി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ നൈസായിട്ട് പൊക്കിയെടുക്കുക. അപ്പോൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ പാർട്ട് ഇങ്ങോട്ട് ഊരി പോരും. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഇൻഡിക്കേറ്ററിൻ്റെ പാർട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ബൾബ് നമ്മൾ ഊരിയെടുക്കണം. അതായത് ബൾബ് വിത്ത് ഹോൾഡർ. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ ഹോൾഡറിൽ നിന്ന് ബൾബ് ഊരുന്ന പോലെയാണ്. ചെറുതായിട്ടൊന്ന് തിരിക്കുക, രണ്ട് ഊരി പോരും. ഉണ്ടോ, ഊരി പോകുന്നു. അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഈ ഓട്ടക്കൂടെയാണ് നമ്മൾ LED ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകണം. ഇവിടെ ഈ സാധനം കണ്ട, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ കാണും ഉള്ളിലേക്ക്. അതിൽ കൂടെ നമുക്ക് വയർ ഇൻസേർട്ട് ചെയ്യാം. കണ്ടാ, ഞാൻ ഇപ്പോൾ വയർ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ. ഇത് കണ്ട ലൈറ്റ് നിങ്ങൾ അതുമ്പോൾ ഡബിൾ ടൈപ്പാണ്. അത് പറിച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കുക. വയർ കണക്ട് ചെയ്ത് ആ ചെറിയ ഹോൾ കണ്ട അതിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ആയി അതിൻ്റെ. ഇനി വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ തിരിച്ച് ബൾബ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, കൈ വിരലുകൊണ്ട് നമ്മളൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. ഡബിൾ ടൈപ്പ് അതിൻ്റെ വേറെ പണിയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിൽ കൂടെ കടത്തിയിട്ട് വെറുതെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിന് മുന്നേ പുറത്ത് വെച്ച് തന്നെ വയർ കണക്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ എളുപ്പം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബൾബ് അതിലേക്ക് ഇടുക. ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് ടൈറ്റായി ഒന്ന് തിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, ഇത് തിരിച്ച് ആ സ്ക്രൂസൊക്കെ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഊരിയിട്ട കണക്ഷൻ തിരിച്ച് കുത്താൻ മറക്കരുത്. റെഡ് കളറിലുള്ള കണക്ഷൻ, ആ 2 വയർ വെറുതെ ഒന്ന് അമർത്തിയാൽ മതി, ഇത് കണക്റ്റഡ് ആവും. അതേപോലെ നമ്മൾ റൈറ്റ് സൈഡിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഈ നമ്മൾ ഫിറ്റ് ചെയ്ത 2 വയറില്ലേ, റെഡ് ആൻഡ് ബ്ലാക്ക് വയർ, അത് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുക. ബ്ലാക്കിനോടും റെഡിനോടും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. ഇതാണ്ട 2 വയർ ഞാൻ കണക്ട് ചെയ്തു, റെഡിനോടും ബ്ലാക്കിനോടും. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത വയർസ്. ഇനി ഇത് എങ്ങനെ നമ്മൾ ബാറ്ററിയിലേക്ക്, അതായത് വണ്ടിയിൽ ഇതിലേക്ക് കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് എടുത്ത് കൊണ്ടു വയ്ക്കുക. അതിൽ തന്നെ ഞാൻ ഒരു വയർ എടുത്താണ് വേണ്ട. ആ വയറിൻ്റെ ഒരു തെറ്റം, അതായത് ബ്ലൂ ഭാഗം, അതായത് നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുത്തു. അത് നിങ്ങൾക്ക് ബാറ്ററി നോക്കി മനസ്സിലാവും. മറ്റേത് യെല്ലോ ഭാഗം, ഇത് നമ്മുടെ കീയുടെ പ്ലഗാണ്, അതിലേക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കുക. ആ കീയുടെ പ്ലഗിൽ റെഡ് വയർ ഉണ്ടായിരിക്കും, കൊടുത്താൽ മതി. ഇനി അതിന് ശേഷം മറ്റേ തെറ്റം, അതായത് കീയുടെ പ്ലഗിലേക്ക് കൊടുത്ത ഭാഗം നമ്മൾ ഇതിൻ്റെ റെഡ് വയറിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ബാറ്ററിയിലേക്ക് കൊടുത്ത നീല വയർ ഈ ബൾബിൻ്റെ നെഗറ്റീവ്
അല്ല നെഗറ്റീവ് അത് തന്നെ ബ്ലാക്കിലേക്ക് കൊടുക്കുക. പോസിറ്റീവ് സിമ്പിളാട്ടോ ബാറ്ററിയിലേക്ക് കൊടുക്കാൻ. അതാ കീന്ന് വരുന്ന പ്ലഗ് ഊരിയിട്ട് അതിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. ഇതിപ്പോൾ ലൈറ്റ്സിൻ്റെ കണക്ഷനാണ്. അത് ഊരി എടുക്കുമ്പോൾ നമ്മൾ ഊരി വെച്ചത്, അത് തിരിച്ച് നമ്മൾ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ അതേ ബോഡി തിരിച്ച് വെച്ചു. ഇനി ഓരോരോ സ്ക്രൂസ് അതിനനുസരിച്ച് നോക്കിയിടുക ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ശരിക്കും ഇതിന് മെയിനായിട്ട് 6 സ്ക്രൂ ആണ് ഇവിടെ അതായത് ഈ കാല് വയ്ക്കുന്ന ഈ സൈഡിൽ വരുന്നത്. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ 2 സ്ക്രൂവും, ഇവിടെ മുകളിൽ 2 എണ്ണം, പിന്നെ നടുക്കായിട്ട് 2 എണ്ണം, ഇതേപോലെ തന്നെ അപ്പുറ സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനെ 2 എണ്ണം, പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇങ്ങനെ മൊത്തം 6 സ്ക്രൂ ആണ് ഇവിടെ ഉരുണ്ടി വരുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ഒരെണ്ണം വരുന്നുണ്ട്, അത് ഇപ്പുറയും അപ്പുറയും വരും. അപ്പം അവിടെ 6 എണ്ണം, ഇവിടെ 2 എണ്ണം, അപ്പോൾ 8 എണ്ണം, പിന്നെ ഇവിടെ മുകളിൽ 2 എണ്ണം കൂടി, അത് നമ്പർ പ്ലേറ്റിൻ്റെ, അപ്പം മൊത്തം 10 എണ്ണം. സോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. സോ ബൈ.